ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. 400 ഗ്രാം ക്യാരറ്റാണ് കേട്ടോ ഈ ഹലുവ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മീനത്തെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരിച്ചെടുക്കണം. അതിന് ശേഷം അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1.25 ഗ്ലാസ് മൈദയും 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഇടുക. ഇപ്പം ക്യാരറ്റ് മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചൊക്കെ വന്നപ്പോൾ 4 ഗ്ലാസ്സാണ് കേട്ടോ ഉള്ളത്. ക്യാരറ്റ് ജ്യൂസ് എടുത്ത ഗ്ലാസ് തന്നെയാണ് ഈ മൈദ എടുത്തത്. ഈ മൈദയും കോൺഫ്ലവറും കൂടി 2 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ അളവുകളൊക്കെ ശരിയായില്ലെങ്കിൽ ഹലുവ ഒന്നുകിൽ ലൂസായി പോവാനോ കുറവായാൽ വല്ലാതെ കട്ടിയായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ആ കലക്കിയ മിശ്രിതം ഈ ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ക്യാരറ്റ് ഹലുവയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഹലുവ ഉണ്ടാക്കാനുള്ള ഈ കൂട്ട് അടുപ്പത്തേക്ക് വെക്കുക. അങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കുറുകി വരേണ്ട വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറേശ്ശെ അങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മറ്റേ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാരറ്റിന് നല്ല വില കുറവുണ്ടല്ലോ. 2 കിലോ ക്യാരറ്റ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നി ഹലുവ ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ ഒരു വക നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു 3/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഈ പൊടിയും ഈ ജ്യൂസൊക്കെ അളന്ന ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു ഗ്ലാസ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മധുരം നോക്കിയതിന് ശേഷം രണ്ടാമത് ഇതിലിട്ട് കൊടുക്കും. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മധുരം നോക്കി. അപ്പോൾ മധുരം പോരാ. അപ്പം ഞാൻ ആ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂണ് നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം കുറുകി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഹലുവ റെഡിയായി വരുന്നുണ്ട്. ഒന്നും കൂടി കുറുകാനുണ്ട്. അപ്പോഴേക്കും ഈ ഹലുവ സെറ്റാക്കാനുള്ള പാത്രം വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുക. പെട്ടെന്ന് തന്നെ സെറ്റാക്കിയ പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റണം. മറ്റേത് കട്ടയായി പോവും. മുഴുവനും പാത്രത്തിലേക്ക് ആക്കിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുക. ഇപ്പോൾ ഒരു 7 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഹലുവ നമുക്ക് തിരിച്ചിടാം. അങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകണ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ക്യാരറ്റ് ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് മുറിക്കുക. ഈ ക്യാരറ്റ് അധികമായിട്ട് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.